പ്രഗ്നൻ്റ് അല്ലാത്ത നായകളും പ്രഗ്നൻസിയുടെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്ന അവസ്ഥയാണ് സ്യൂഡോ പ്രഗ്നൻസി. സ്യൂഡോ പ്രഗ്നൻസി എന്ന വേർഡിൻ്റെ അർത്ഥം തന്നെ കള്ളഗർഭം എന്ന് തന്നെയാണ്. ഫാൾസ് പ്രഗ്നൻസി, ഫാൻറ്റം പ്രഗ്നൻസി എന്നൊക്കെ ഈ അവസ്ഥയെ നമ്മൾ പറയാറുണ്ട്. ഇതിനെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനത് വെറ്റനറിയനാണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റോളജി. എന്താണ് സ്യൂഡോ പ്രഗ്നൻസി എന്നുള്ളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തുകൊണ്ടാണ് സ്യൂഡോ പ്രഗ്നൻസി സംഭവിക്കുന്നതെന്ന് കൂടെ പറയാം. മറ്റ് മൃഗങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് നായകളിൽ ഈസ്ട്ര സൈക്കിളിൻ്റെ അല്ലെങ്കിൽ റിപ്രൊഡക്റ്റീവ് സൈക്കിളിൻ്റെ നീളം അവരുടെ ഗർഭകാലത്തിനെക്കാട്ടും കൂടുതലാണ്. അതായത് ഏകദേശം 6 മാസത്തോളം അവർ റിപ്രൊഡക്റ്റീവ് സൈക്കിൾ എടുക്കുമ്പോൾ വെറും 65 ദിവസം മാത്രമാണ് അവരുടെ ഗർഭകാലം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഗർഭിണിയായ ഒരു നായയുടെ ശരീരത്തിൽ പ്രൊജസ്ട്രോൺ എന്ന ഹോർമോണിൻ്റെ അളവ് ഏറെക്കുറെ ഗർഭിണി അല്ലാത്തൊരു നായയുടെ ശരീരത്തിലുള്ള അളവിനോട് സാമ്യമുള്ളതായിരിക്കും. പ്രൊജസ്ട്രോൺ ഹോർമോൺ കുറയുകയും പ്രൊലാക്റ്റിൻ എന്ന ഹോർമോൺ കൂടുകയും ചെയ്യുന്ന സമയത്താണ് ഈ സ്യൂഡോ പ്രഗ്നൻസി സംഭവിക്കുക. മിക്ക നായകളിലും ഇതിന് കാണത്തക്ക രീതിയിൽ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടായിരിക്കില്ല. പക്ഷെ ചില നായകളിൽ ഈ ലക്ഷണങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ അവരുടെ ശരീരം കാണിക്കും. അതായത് ഈ നായകളെ ഈ 2 ഹോർമോണും കൂടി താനൊരു ഗർഭിണിയാണ് എന്ന രീതിയിൽ പറഞ്ഞു പറ്റിക്കും. ഹീറ്റ് കാണിച്ചതിന് ശേഷം 45 മുതൽ 60 ദിവസത്തിനുള്ളിലാണ് ഇങ്ങനെ സ്യൂഡോ പ്രഗ്നൻസി കാണിച്ചു തുടങ്ങുക. ഇത് ശരിക്കത്തെ ഗർഭകാലമായിട്ട് ഓൾമോസ്റ്റ് സെയിം ടൈം ആയതുകൊണ്ട് തന്നെ പെറ്റ് പാരൻസ് ഒക്കെ ശരിക്കും കൺഫ്യൂസ്ഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളറിയാണ്ട് ബ്രീഡ് ചെയ്തു പോയോ എന്നുള്ളതായിരിക്കും ആദ്യത്തെ സംശയം. ഇനി ബ്രീഡ് ചെയ്തിട്ടുള്ള നായകളാണ് വെച്ചാൽ അവരെന്തായാലും പ്രഗ്നൻസി ഉറപ്പാക്കിയിട്ടായിരിക്കും ഇരിക്കുക. ഇനി മറ്റൊരു അവസരം എന്ന് പറഞ്ഞത് സ്പേ ചെയ്തതിന് ശേഷം 3-ാമത്തെയോ 4-ാമത്തെയോ ദിവസം മുതൽ സ്യൂഡോ പ്രഗ്നൻസിയുടെ ലക്ഷണം കാണിക്കുന്നതാണ്. ഇത് ശരിക്കും പറയാൻ വെച്ചാൽ കൂടുതൽ ഭയപ്പെടുത്തുകയാണ് ചെയ്യുക. ഡാൽമേഷ്യൻ, ബെസറ്റ് ഹൗണ്ട്, പോയിന്റേഴ്സ് എന്നീ 3 ബ്രീഡുകളിലാണ് ഏറ്റവും കൂടുതൽ സ്യൂഡോ പ്രഗ്നൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ മറ്റ് ബ്രീഡുകളും സ്യൂഡോ പ്രഗ്നൻ്റ് ആവാറുണ്ട്. പ്രധാനമായും കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അകിട് ഇറങ്ങുക, മെമ്മറി ഗ്ലാൻസ് ഒക്കെ വലുപ്പം വയ്ക്കുക, ടീത്സ് ഒക്കെ എൻഗോജ്ഡ് ആവുക, വെയിറ്റ് വയ്ക്കുക, ഭക്ഷണം കഴിക്കുന്നത് കുറയുക, പിന്നെ സോക്സ് അല്ലെങ്കിൽ നായയ്ക്ക് കളിക്കാൻ കൊടുക്കുന്ന ടോയ്സ് ഒക്കെ സ്വന്തം കുഞ്ഞുങ്ങളെ അടക്കി പറക്കി വെക്കുന്നത് പോലെ ശരീരത്തിനോട് ചേർത്ത് വെക്കുക, ചെറുതായി പാല് വന്നു തുടങ്ങുക, ഒച്ച വയ്ക്കാൻ തുടങ്ങുക, അതുപോലെ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുക എന്നിങ്ങനെയാണ്. ഇനി ഈ ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യപടി എന്ന് പറയുന്നത് പ്രഗ്നൻസി ഇല്ല ഈ നായയ്ക്ക് എന്ന് ഉറപ്പ് വരുത്തുകയാണ് ചെയ്യേണ്ടത്. ബ്രീഡ് ചെയ്യാൻ കൊണ്ടുപോയിട്ടുള്ള നായയാണെങ്കിലും അല്ലെങ്കിലും പ്രത്യേകിച്ച് പുറത്തു പോകാൻ ചാൻസ് ഉള്ള നായകളിൽ സംശയമുള്ള അവസരങ്ങളിൽ സ്കാൻ ചെയ്ത് തന്നെ പ്രഗ്നൻസി ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യം പൊതുവെ ഈ അവസ്ഥയ്ക്ക് ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു അവസ്ഥയാണ്, രോഗമൊന്നുമല്ല. മിക്ക സ്യൂഡോ പ്രഗ്നൻസി ലക്ഷണങ്ങളും 2-3 ആഴ്ചയ്ക്കകം തന്നെ സബ്സൈഡ് ചെയ്യും. ഇതിൽ ഏറ്റവും വില്ലനാവാൻ സാധ്യതയുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത് പാല് വരുന്നതാണ്. ഒരിക്കലും പാല് ഞെക്കി കളയാൻ ശ്രമിക്കരുത്. കാരണം പാല് ഞെക്കി കളയും തോറും അതിൻ്റെ ഉൽപ്പാദനം കൂടുകയാണ് ചെയ്യുക. നല്ല ചൂടുള്ള സമയം അല്ല എങ്കിൽ വെള്ളം കൊടുക്കുന്നത് കുറയ്ക്കാം. അതുപോലെ തന്നെ ഭക്ഷണം 2 നേരം കൊടുക്കുന്നത് 1 നേരമായിട്ടും അല്ലെങ്കിൽ സാധാരണ കൊടുക്കുന്നതിൻ്റെ പകുതി മാത്രം കൊടുത്തും ഭക്ഷണം നിയന്ത്രിക്കുന്നത് നല്ലതാണ്. എക്സസൈസിന്റെ ഇന്റൻസിറ്റി കൂട്ടിക്കൊണ്ടും നമുക്ക് സ്യൂഡോ പ്രഗ്നൻസി ഒരു പരിധി വരെ നിയന്ത്രിക്കാം. സ്വയം പാല് കുടിക്കാൻ ശ്രമിക്കുന്നുണ്ട് വെച്ചാൽ ഈ കോളറോ അല്ലെങ്കിൽ പഴയ ഒരു വലിയ ടീഷർട്ടോ മറ്റോ ഇട്ട് ഇത് മാക്സിമം ഡിസ്കറേജ് ചെയ്യണം. ഒരിക്കലും നീര് വെച്ചതാണെന്ന് കരുതി ചൂട് പിടിക്കാൻ നിൽക്കരുത്. ഇത് വീണ്ടും പാലുൽപാദനം കൂട്ടുകയാണ് ചെയ്യുക. പാലുൽപാദനം ഒരു പരിധിയിലേറെ കൂടുതലാണെങ്കിൽ മാത്രമാണ് സ്യൂഡോ പ്രഗ്നൻസിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതായിട്ടുള്ളൂ. പാല് കുറയ്ക്കാനുള്ള മരുന്നുകളാണ് പ്രധാനമായിട്ടും കൊടുക്കുക. അകിട് വീക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് എടുക്കേണ്ടി വരും. ഈ സാധനങ്ങൾ അടക്കി പറക്കി വെക്കുന്നു എന്ന് പറഞ്ഞത് മാക്സിമം ഡിസ്കറേജ് ചെയ്യുക. ഈ സാധനങ്ങളെ ഒക്കെ കൂട്ടി കൊണ്ടുവരുമ്പോൾ തന്നെ എടുത്ത് വെക്കുകയോ അത് തൽക്കാലത്തേക്കെങ്കിലും മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക. ഓരോ ഹീറ്റ് സീസണിലും ഈ ലക്ഷണങ്ങളൊക്കെ കൂടി വരികയാണെങ്കിൽ സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ഉപാധി. നായകൾ കാണുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റ് ആണ് ഈ സ്യൂഡോ പ്രഗ്നൻസി. അവരുടെ പാക്കിൽ അല്ലെങ്കിൽ കൂട്ടത്തിൽ അമ്മ മരിച്ചു പോയതോ അല്ലെങ്കിൽ പാല് കുറവുള്ളതായിട്ടുള്ള മറ്റു നായക്കളുടെ കുട്ടികളെ മുലയൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് നല്ല രീതിയിൽ സഹായിച്ചിരുന്നു.
മാത്രമല്ല നല്ല ജീനുകളുള്ള പെണ്ണായ്ക്കളിൽ മുലയൂട്ടുന്ന കാലാവധി കുറയ്ക്കാനും അതുവഴി തന്നെ പെട്ടെന്ന് അവരുടെ റിപ്രൊഡക്റ്റീവ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാനും ഇത് സഹായിച്ചിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് സ്യൂഡോ പ്രഗ്നൻസി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സ്യൂഡോ പ്രഗ്നൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.